ഹലോ, നമ്മൾ ഇന്ന് എങ്ങനെയാണ് ഗുലാം ജാമുൻ ഉണ്ടാക്കണതെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഈസി ആയിട്ട് ഗുലാം ജാമുൻ എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ വീഡിയോയിലേക്ക് കയറുന്നതിന് മുന്നേ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ കമൻറ്റ് ചെയ്യാനും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് വർക്കായോ, പിന്നെ നിങ്ങൾക്ക് വേറെ റെസിപ്പീസ് ഞാൻ ട്രൈ ചെയ്യണം നിങ്ങൾക്ക് ആവശ്യമുള്ള റെസിപ്പീസ് ഞാൻ ട്രൈ ചെയ്യണമെന്നൊക്കെ നോക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബിലോ ചെയ്യാനും മറക്കല്ലേ. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കയറാം. അപ്പം നമുക്കിതിനായിട്ട് ആവശ്യം ഞാൻ എടുക്കുന്നത് 3 ബ്രെഡാണ്. നിങ്ങൾക്ക് എത്ര ബ്രെഡ് വേണമെങ്കിലും എടുക്കാം, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉള്ള ബ്രെഡും. പിന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് 3 ബ്രെഡിന്. സോ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ബ്രെഡ് എടുത്തിട്ട് അതിനനുസരിച്ച് പാൽപ്പൊടി എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രെഡ് തോണ്ട ഞാനിപ്പോൾ എടുത്തിട്ട് ഇങ്ങനെ ഒരുമിച്ച് ഒരു സെറ്റായിട്ട് വെച്ചിട്ട് അതിന് എഡ്ജസ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുത്താൽ മതി, കട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അതിപ്പം കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ക്രസ്റ്റിൻ്റെ ഒരു ക്ലമ്പ് വരാണ്ടിരിക്കും. പക്ഷേ അങ്ങനെ എനിക്കത് ഇഷ്ടമില്ല. അറ്റ് എൻ്റെ കുറച്ച് ബേൺഡ് ആയിട്ടുള്ളത് കൊണ്ട് എനിക്കത് അത്ര ഇഷ്ടമില്ല. സോ ഞാൻ മെയിൻലി ജസ്റ്റ് സോഫ്റ്റ് പാർട്ട് എടുത്തിട്ട് അതുകൊണ്ട് ഇതേമാതിരി സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്തു. അതിനി നമുക്കൊരു മിക്സിയുടെ ജാറിൻ്റെ അകത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഞാനിപ്പം എൻ്റെ ഇത് മിക്സിയുടെ ജാറിൽ മാറ്റി വെച്ചിട്ട് ജസ്റ്റ് 2 കുഞ്ഞടി ജസ്റ്റ് ഓൺ ആൻഡ് ഓഫ് ആക്കി കഴിഞ്ഞപ്പോൾ നന്നായിട്ട് അടിഞ്ഞു വന്നു. എൻ്റെ ബ്രെഡ് നല്ല സോഫ്റ്റ് ബ്രെഡ് ആയതുകൊണ്ട് ഏത് ബ്രെഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഏത് ബ്രാൻഡിൻ്റെ ബ്രൗൺ ബ്രെഡ് ആണെങ്കിലും വീറ്റ് ബ്രെഡ് ആണെങ്കിലും ഏത് ബ്രെഡ് ഉപയോഗിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇതേമാതിരി ഞാൻ കാണിച്ചു തരാം. ഇതേമാതിരി ഒരു പൊടി ആകുമ്പം ഇതാണ്ട് ഇങ്ങനെ ഒരു പൊടി ആകുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ഒരു ബോളിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിപ്പം ബോളിലേക്ക് മാറ്റിയിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന പാൽപ്പൊടി അതിൻ്റെ അകത്ത് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇപ്പം കാണിച്ചതുപോലെ. അത് കഴിഞ്ഞിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ ഗീ ഇട്ടിട്ട് കൈ വെച്ച് നന്നായിട്ട് ജസ്റ്റ് മിക്സാക്കി കൊടുക്കുക. അപ്പം ചെറുതായിട്ട് ഇങ്ങനെ ക്ലംപ് പോലെ ആകും. സോ അത് കാണുന്നവർ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളൊരു ഡോ പോലെ ഇപ്പോഴേ ആക്കല്, നമുക്കിങ്ങനെ പിടിച്ച് സ്ക്വീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡോ പോലെ ആക്കാൻ പറ്റും. പക്ഷെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പാലിൻ്റെ ടോപ്പിൻ്റെ അകത്ത് ഞാൻ പാൽ നിറച്ച് വെച്ചിട്ട് അങ്ങനെ ഒരു ടോപ്പ് ഫുൾ ഓഫ് പാൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് ജസ്റ്റ് ഞാൻ മിക്സ് ആക്കി കൊടുത്തു. ഞാൻ അങ്ങനെ 2 ടോപ്പ് പാൽ കൊടുത്തിട്ട് ഇതുകൊണ്ട് ഒരു വലിയൊരു ഡോ പോലെ ഒരു ബോള് പോലെ ഞാൻ ആക്കി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മൾ ഓരോ കുഞ്ഞു പീസസ് ആയിട്ട് നമുക്ക് ഒന്ന് വേറെ കുഞ്ഞു ബോൾസ് ഫോം ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് ഇതേമാതിരി ഞാൻ ഗുലാം ജാമുൻ്റെ ആക്ച്വലി ബോൾ ഞാനിപ്പം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ ആണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്, ഏത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ ഗുലാം ജാമുൻ്റെ ബോൾസ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തിട്ടെടുക്കാം. ജസ്റ്റ് ഓയിലിൽ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ബോൾസ് ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയി, പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഓക്കെ, ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര, നമ്മൾ എത്ര ബിഗ് എമൗണ്ട് ആയിട്ടുള്ള ഗുലാം ജാമുൻ ഉണ്ടാക്കണം അത്രയും അതിനനുസരിച്ച് പഞ്ചസാരയും പിന്നെ കുറച്ച് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഇനി ഏലക്ക 3 ഞാൻ എടുത്തിട്ടുണ്ട്. സോ ഏലക്ക 3-4 എത്ര എമൗണ്ട് ആയാലും ഇട്ടാണ്ടാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് അതുകൊണ്ട് തീരെ ഞാനിപ്പം ലോ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പം ഗൈസ്, ഇനി നമ്മുടെ ഗുലാബ് ജാമുനിലേക്ക് നമ്മുടെ ഷുഗർ സിറപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതുകൊണ്ട് ഇതേമാതിരി ഞാൻ എൻ്റെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മണിക്കൂർ ഒക്കെ
അത് ജസ്റ്റ് ഒന്ന് സിറ്റ് ചെയ്യാൻ വെക്കുക. 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ വെക്കുവാണെങ്കിൽ അതിൻ്റെ അകത്തേക്ക് ആ സിറപ്പ് നന്നായിട്ട് കയറി നല്ല ടേസ്റ്റ് ഉണ്ടാകും. സോ 1-2 hours വെയിറ്റ് ചെയ്തിട്ട് വരാം. അപ്പം സ്ട്രോങ്ങിന്റെ നമ്മുടെ ഗുലാം ജാമുൻ തോണ്ട് റെഡി ആയിട്ടുണ്ടല്ലോ. നല്ല സ്വാദ്, മണം തന്നെ ഭയങ്കര ഒരു മണമാട്ടോ. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാനിപ്പം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു പീസ് ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ട് ആ ചൂട് ഇതിലേക്ക് ഇതുകൊണ്ട് ഗുലാം ജാമുൻ നന്നായിട്ട് കയറി പോകും. സോഫ്റ്റ് ആയിട്ട് ടേസ്റ്റ് ചെയ്യാം. നല്ല സ്വാദ. ഞാൻ പൊക്കി പറയുന്നില്ല കേട്ടോ, നല്ല സ്വാദ്. ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു കേട്ടോ. അപ്പം ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ല. നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തിട്ട് എങ്ങനെ വന്നു എന്ന്. ഞാനിപ്പോ ചെയ്തതിൽ എനിക്കൊരു കുഞ്ഞു ടിപ്പ് പറയാനുണ്ട്. നമ്മളിപ്പം ഗുലാബ് ജാമുൻ നമ്മൾ ഫ്രൈ ചെയ്യത്തില്ല. ആ സമയത്ത് ജസ്റ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾ വറക്കാൻ നോക്കുക. മീഡിയം അല്ലെങ്കിൽ ലോയിലിട്ട് വറക്കാൻ നോക്കുക. നമ്മൾ ഗുലാബ് ജാമുന് മച്ചായിട്ട് പുറത്ത് ക്രിസ്പി ആക്കി കരിപ്പിക്കല്. പക്ഷെ പുറത്തൊരു ഗോൾഡൻ കളറും ഉള്ളി നല്ല സോഫ്റ്റ് ആയിരിക്കുന്ന ഗുലാബ് ജാമുൻ വേണം. എനിക്കിപ്പം പുറത്ത് നന്നായി കരിഞ്ഞു പോയി കുറച്ച്, പക്ഷെ ഉള്ളി ഭയങ്കര സോഫ്റ്റ് ആണ്. പിന്നെ ഞാനിപ്പോൾ ആണെങ്കിൽ ഒരു 1/2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചായിരുന്നു. സോ അതും കൂടെ ആയപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.